വിഷുവിന് കൈനീട്ടം ഏതെങ്കിലും പ്രത്യേക നാളുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങണമോ എന്ന് ചില സംശയങ്ങളുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു നക്ഷത്രം നമ്മൾ വിഷു കൈനീട്ടം വാങ്ങുവാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതില്ല. കൈനീട്ടം എന്ന് പറയുമ്പോൾ ഒരാൾ അയാളുടെ മനസ്സ് നിറഞ്ഞ മറ്റൊരാൾക്ക് നൽകുന്നതാണ് കൈനീട്ടം. ഒരുപാട് ധനമോ അല്ലെങ്കിൽ മറ്റു ആഭരണാദികളോ വസ്ത്രങ്ങളോ ഒന്നും തന്നെയല്ല. ഒരു നാണയത്തുട്ടാണെങ്കിലും മനസ്സറിഞ്ഞ ഒരാൾ തരുന്നെങ്കിൽ അത് കൈനീട്ടം തന്നെയാണ്. അപ്പോൾ ലക്ഷ്മി പ്രതീകമായിരിക്കുന്ന ഒരു വസ്തു നമ്മളിലേക്ക് ഒരാൾ മനസ്സറിഞ്ഞ് തരുന്നതാണ് ആ സന്തോഷത്തോടെ നാം സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ നാള് പറഞ്ഞിട്ട് ആ നാള് തിരക്കി നമ്മൾ പോകാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ നാളുകാരില്ല എങ്കിൽ നമുക്ക് അങ്ങനെ ഉള്ള നാളുകാരെ തിരക്കി മറ്റുള്ള വീടുകളിൽ പോയി കൈനീട്ടം വാങ്ങാൻ പറ്റുമോ? അങ്ങനെ പോയാൽ അവരെ നമുക്ക് മനസ്സറിഞ്ഞ് കൈനീട്ടം തരുമെന്ന് എന്താ ഉറപ്പ്? മേട രാശിയിൽ സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് നമ്മൾ മേട വിഷു ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അത് രാശിചക്രത്തിൽ ഒന്നാമത്തെ രാശിയായിരിക്കുന്ന മേടരാശിയായതുകൊണ്ട് ആ ദിവസത്തെ ഗുണഫലങ്ങളൊക്കെയും തന്നെ ഒരു വർഷക്കാലത്തേക്ക് മുഴുവൻ നമുക്കൊരു വർഷഫലമായി തന്നെ നമ്മളിൽ നിലനിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് മേടമാസത്തിലെ 1-ാം തീയതി വിഷു കണിയൊരുക്കുന്നതും വിഷു കൈനീട്ടം വാങ്ങുന്നതും ഒക്കെയും തന്നെ. അപ്പോൾ കണിയൊരുക്കുന്നതൊക്കെ എന്തിനാണ് എന്ന് ചിലരിൽ സംശയമുണ്ട് എങ്കിൽ ഉറപ്പായും വേറെ ഒന്നിനും വേണ്ടിയിട്ടൊന്നുമല്ല ഈ കണിയൊരുക്കുന്നത്. ഒരു വർഷക്കാലത്തേക്ക് ഈ കണി കാണുന്ന ശുഭഫലങ്ങളുടെയൊക്കെയും തന്നെ ഒരു ശുഭകരമായിട്ടുള്ള അവസ്ഥ ഒരു വർഷക്കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണി കാണലും കൈനീട്ടം വാങ്ങലും ഒക്കെ നമ്മൾ ഒരു ചടങ്ങായിട്ട് നടത്തുന്നത്.